ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. ബ്ലാക്ക് ഹോൾ, പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളെങ്ങാനും ആ കറുത്ത കുഴിയിലേക്ക് വീണാൽ നക്ഷത്രങ്ങളുടെ പൊടി പോലും കാണാനുണ്ടാവില്ല, നക്ഷത്രങ്ങൾ പോലും പ്രകാശമായിട്ട് മാറുന്ന സാധനം ഉണ്ടാവില്ല എന്നാണ്. കോടിക്കണക്കിന് കിലോ ഭാരമുള്ള സാധനം ബ്ലാക്ക് ഹോളിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിന് ഒരു ഈച്ചൻ്റെ ചിറകിൻ്റെ ഭാരം പോലും ഉണ്ടാവില്ല എന്ന്, കാണാൻ കിട്ടില്ല. അതാണ് ബ്ലാക്ക് ഹോൾ എന്ന് വലിയ ചർച്ചയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അതിൻ്റെ വലിയ വലിയ തിയറികളൊക്കെ ലോകത്തിന് സമ്മാനിച്ചത്. ബ്ലാക്ക് ഹോളുകൾ ഖുർആനിൽ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങൾ പതിച്ചു വീഴുന്ന സ്ഥലത്തെ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇന്നഹു ലഖസമുൻ, ഞാൻ ഈ ചെയ്യുന്ന സത്യം, ലൗ തഅലമൂൻ, നിങ്ങൾക്ക് സയൻസ് അറിയുമെങ്കിൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ ഉലൂം, ഇൽമ്, നിങ്ങൾക്ക് സയൻസ് സംബന്ധമായ അറിവുണ്ടെങ്കിൽ, ലൗ തഅലമൂന അദീം, ഇത് ഭയങ്കരമായൊരു വിഷയമാണ് ഞാൻ പറയുന്നത് എന്ന് അല്ലാഹു പറഞ്ഞുപോയി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാനീ പറയുന്ന സത്യം നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലത്തെ തന്നെയാണ് സത്യം. ബ്ലാക്ക് ഹോളിൻ്റെ പരിസരത്തുകൂടെ ഒരു സാധനം, ഒരു താരസമൂഹങ്ങളെ വരെ പിടിച്ചു വലിക്കാൻ കഴിയുന്ന പവറുള്ള ബ്ലാക്ക് ഹോളുകളുണ്ട്, നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് ഞാൻ കളിയല്ല, ഇത് തമാശ പറയല്ല. ലൗ തഅലമൂന അദീം, നിങ്ങൾക്ക് ഇൽമുണ്ടെങ്കിൽ, സയൻസ് ഉണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ, ഞാനീ പറയുന്നത് ഭയങ്കരമായൊരു വിഷയമാണെന്ന് നിങ്ങൾക്ക് പിന്നെ ബോധ്യപ്പെടും. 1400 കൊല്ലം മുമ്പ് ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ബ്ലാക്ക് ഹോളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹുവിൻ്റെ കലാമാണ്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർള് വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ആ ബ്ലാക്ക് ഹോൾ പോലും അല്ലാഹുവിൻ്റെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പടച്ചതമ്പുരാനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹിൻ്റെ ഭാഷ നിങ്ങൾക്കറിയാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. ഇങ്ങനെയൊക്കെ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോഴും പടച്ചവനില്ല എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾ ഇരിക്കുമ്പോൾ അല്ലാഹുവിനതറിയാം. പക്ഷേ അല്ലാഹു ഹലീമാൻ, അല്ലാഹു സഹനമുള്ളവനാണ്. ഇതൊക്കെ അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോൾ ഇതേ തലച്ചോറ് അല്ലാഹു കൊടുത്തിട്ട് പറയാണ് പടച്ചവനില്ല എന്ന്. എന്നിട്ട് ഗ്രൂപ്പും കൂടി ഇരിക്കുകയാണ്, ഞങ്ങൾ വലിയ ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു പുനർവിചിന്തനം നടത്താനുള്ള സമയം വരെ അല്ലാഹു നിങ്ങൾക്ക് ആയുസ് തരുന്നുണ്ട്. നിങ്ങളുടെ ചില പോസ്റ്ററുകൾ കാണുമ്പോൾ അല്ലാഹുവിൻ്റെ അർശ് പോലും വിറച്ചു പോകുന്നുണ്ട്. അത്രക്കുമേൽ ശാപങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങാൻ കാരണമായേക്കാവുന്ന എഴുത്തുകൾ നിങ്ങൾ അല്ലാഹുവിനെ പറ്റി എഴുതുന്നുണ്ടെന്ന് അല്ലാഹുക്കറിയാം.